മണൽക്കാറ്റുകളെ പ്രതിരോധിക്കാൻ അടിയന്തര വനവൽക്കരണം വേണമെന്ന് കുവൈറ്റ് പരിസ്ഥിതി സംരക്ഷണ സൊസൈറ്റി. മണൽക്കാറ്റുകളെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വനവൽക്കരണമാണ്. സസ്യജാലങ്ങൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്താനും മണൽക്കൂനകളുടെ ചലനം പരിമിതപ്പെടുത്താനും വായുവിലെ പൊടിപടലങ്ങളുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് പരിസ്ഥിതി സംരക്ഷണ സൊസൈറ്റി പറഞ്ഞു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന പൊടിക്കാറ്റുകളുടെയും മണൽക്കാറ്റുകളുടെയും ആവൃത്തി കുറയ്ക്കുന്നതിനായി അടിയന്തരവും സുസ്ഥിരവുമായ പാരിസ്ഥിതിക പരിഹാരങ്ങൾ സ്വീകരിക്കണമെന്ന് കുവൈത്ത് പരിസ്ഥിതി സംരക്ഷണ സൊസൈറ്റി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മണൽക്കാറ്റ് പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കുനയോട് സംസാരിക്കവേ KEPS അംഗം ഡോക്ടർ വഫ ബഹ്ബാനിയാണ് സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയത്. പൊടിക്കാറ്റുകൾ വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ പരിസ്ഥിതിയെയും സമ്പദ് വ്യവസ്ഥയെയും പൊതുജനാരോഗ്യത്തെയും ബാധിക്കുന്ന വലിയൊരു വികസന വെല്ലുവിളിയാണെന്നും ഡോക്ടർ ബഹ്ബാനി ചൂണ്ടിക്കാട്ടി. പൊടിക്കാറ്റുകൾ കാഴ്ച മറക്കുക മാത്രമല്ല ചെയ്യുന്നത്, റോഡ് സുരക്ഷ, വ്യോമം, തുറമുഖ ഗതാഗതങ്ങൾ, കാർഷിക മേഖല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത എന്നിവയെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. മണൽക്കാറ്റുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വ്യവസ്ഥാപിതമായ വനവൽക്കരണമാണ്. സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതോടെ മണ്ണൊലിപ്പ് തടയാനും മൺകൂനകളുടെ ചലനം നിയന്ത്രിക്കാനും സാധിക്കും. നഗരങ്ങളിൽ ഹരിത ഇടങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നഗരങ്ങളിൽ താപനില കുറയ്ക്കുന്നതിനും സഹായിക്കും. കുവൈത്തിലെ ഉയർന്ന താപനില, ജലക്ഷാമം, ഉപ്പുവെള്ളം നിറഞ്ഞ മണ്ണ് എന്നിവയെ അതിജീവിക്കാൻ ശേഷിയുള്ള തദ്ദേശീയ സസ്യയിനങ്ങൾ വേണം വനവൽക്കരണത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഡോക്ടർ ബഹ്ബാനി ഓർമ്മിപ്പിച്ചു. താൽക്കാലികമായി വൃക്ഷത്തൈ നടൽ ക്യാമ്പുകൾക്കപ്പുറം സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയും സിവിൽ സൊസൈറ്റികളും ഒത്തുചേർന്ന് ഇതൊരു സുസ്ഥിര ദേശീയ പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.